ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ നിർമ്മാണ, സേവന, കാർഷിക മേഖലയ്ക്ക് തുല്യ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. പരിവർത്തിത ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന പിന്നാക്ക കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി ഒ.ആർ. കേളു. സംസ്ഥാനത്തെ മ്യൂസിയങ്ങൾ അവലോകനം ചെയ്യാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും മ്യൂസിയം കമ്മീഷൻ രൂപീകരിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. വ്യാപക കൃഷിനാശം. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ നിർമ്മാണ, സേവന, കാർഷിക മേഖലയ്ക്ക് തുല്യ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള സർക്കാർ നടപടികൾ ഉയർത്തിക്കാട്ടിയ ശ്രീമതി മുർമു IT, വിനോദസഞ്ചാരം, ആരോഗ്യം തുടങ്ങി ഒട്ടുമിക്ക മേഖലകളിലും രാജ്യം മുന്നിട്ട് നിൽക്കുന്നതായി അഭിപ്രായപ്പെട്ടു. നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സ്വയം തൊഴിൽ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിന് കഴിഞ്ഞ 10 വർഷത്തിൽ സർക്കാർ അനുവദിക്കുന്ന തുകയിൽ 4 ഇരട്ടി വർധനയുണ്ടായതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ശരിയായ അന്വേഷണം നടത്താനും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ പതിപ്പുകൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും മേശപ്പുറത്ത് വച്ചു. അതേസമയം രാജ്യം നേരിടുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങൾ പ്രസംഗത്തിൽ പരാമർശിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉച്ചയ്ക്ക് ശേഷം സമ്മേളിച്ച ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ ഓം ബിർള പ്രഖ്യാപിച്ചു. ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പുതുതായി രൂപീകരിച്ച കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ പരിചയപ്പെടുത്തി. തുടർന്ന് രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. പരിവർത്തിത ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി ഒ.ആർ. കേളു. നിയമസഭയിൽ പ്രമോദ് നാരായൺ MLA-യുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി വിഭാഗക്കാരുടേതിന് സമാനമായ സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങൾ നേരിടുന്നതിനാൽ പരിവർത്തിത ക്രൈസ്തവരെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ വിഭാഗക്കാരെ OEC പട്ടികയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും സർക്കാർ സർവീസിലേക്കുള്ള സംവരണവും അനുവദിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിൽ പുതിയ 5 തിയേറ്റർ സമുച്ചയങ്ങൾ ഉടൻ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ അറിയിച്ചു. MLA-മാരായ M. നൌഷാദ്, കടകംപള്ളി സുരേന്ദ്രൻ, K. പ്രേംകുമാർ, PV ശ്രീനിജൻ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കിഫ്ബി സാമ്പത്തിക സഹായത്തോടെയാണ് തിയേറ്റർ സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്തും കോഴിക്കോടും തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും സ്ഥലം കൈമാറി ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വ്യത്യസ്തങ്ങളായ മ്യൂസിയങ്ങളെ അവലോകനം ചെയ്യാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും മ്യൂസിയം കമ്മീഷൻ രൂപീകരിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. നിയമസഭയിൽ വകുപ്പിനെക്കുറിച്ചുള്ള ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഒട്ടേറെ പുതിയ മ്യൂസിയങ്ങൾ സ്ഥാപിക്കുകയും നിലവിലുള്ള മ്യൂസിയങ്ങളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി സംസ്ഥാനത്ത് മ്യൂസിയം ശൃംഖല തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ടെന്നും മ്യൂസിയം സൌഹൃദ സമിതികൾ രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭൂമിയുടെ തരം മാറ്റൽ പ്രക്രിയ ത്വരിതപ്പെടുത്തുമെന്ന് മന്ത്രി K. രാജൻ നിയമസഭയിലെ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയ നിയമം അനുസരിച്ച് RDO-മാർക്ക് മാത്രമായിരുന്നു തരം മാറ്റൽ രേഖയിൽ ഒപ്പിടാനുള്ള അധികാരം. എന്നാൽ പുതിയ നിയമം കൊണ്ടുവന്നതോടെ ഡെപ്യൂട്ടി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രക്രിയയിൽ ഇടപെടാൻ അധികാരം നൽകിയതായി മന്ത്രി അറിയിച്ചു. തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് അടുത്ത മാസം 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരും. കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. പദ്ധതി വിഹിതം യഥാസമയം ലഭിക്കാത്തതുമൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട്
പ്രതിപക്ഷത്തുനിന്ന് ടി സിദ്ദിഖാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. പദ്ധതി തുക യഥാസമയം ലഭിക്കാത്തത് കാരണം സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക പ്രയാസം മൂലമാണ് സ്വാഭാവികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശം. തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി. മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കനത്ത മഴയെ തുടർന്ന് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, വയനാട് ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലകൾക്ക് 1 കോടി രൂപ വീതം അനുവദിച്ചു. വയനാട് ജില്ലയിൽ കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. ഇന്നലെ രാത്രി ആരംഭിച്ച മഴയിൽ ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ നൂൽപ്പുഴ നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ക്യാമ്പിൽ 23 പേരെയും ചുണ്ടക്കുരി കോളനിയിലെ അംഗൻവാടിയിലെ ക്യാമ്പിൽ 25 പേരെയും മാറ്റിപ്പാർപ്പിച്ചു. ചീരാൽ പൂളക്കുണ്ട് അംഗൻവാടിയിൽ 14 പേരെയും മാറ്റിപ്പാർപ്പിച്ചു. വൈത്തിരി താലൂക്കിലെ കരിങ്കുറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 6 പേരെയും, മുട്ടിൽ നോർത്ത് WMO LP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 43 പേരെയും മാറ്റിപ്പാർപ്പിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിനടിയിലായി. ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളാണ് വെള്ളത്തിനടിയിലായത്. പ്രതികൂല കാലാവസ്ഥയുണ്ടായാൽ നേരിടാനായി എല്ലാ ഒരുക്കങ്ങളും ക്രമീകരിച്ചതായി ജില്ലാ ഭരണകൂടവും അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ 1.41 കോടി രൂപയുടെ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു. വിവിധ കൃഷി മേഖലകളിലായി 289 കർഷകരെയാണ് നഷ്ടം ബാധിച്ചത്. കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കടകംപള്ളി വില്ലേജിൽ വെൺപാലവട്ടം അങ്കണവാടി 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു കുടുംബത്തിലെ 5 പേരാണ് കഴിയുന്നത്. 3 വീടുകൾ പൂർണ്ണമായും 16 വീടുകൾ ഭാഗികമായും തകർന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനാൽ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ 80 സെന്റിമീറ്റർ ഉയർത്തി. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കാസർഗോഡ് പെരിയ 3ാം കടവിൽ മഴവെള്ളപ്പാച്ചിലിൽ വ്യാപക നാശനഷ്ടം. നിരവധി കവുങ്ങുകളും തെങ്ങുകളും നശിച്ചു. 2 കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കാസർഗോഡ് ജില്ലയിൽ ഉച്ച മുതൽ ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് ഒളവണ്ണ കുന്നത്തുപാലം ചീർപ്പ് പാലത്തിന് സമീപം ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു. കുന്നത്തുപാലം സ്വദേശി രതീഷാണ് മരിച്ചത്. പാലം കടക്കവെ വെള്ളത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. രാത്രി 8-ന് ഗുയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാവിലെ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ കടന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 10 മണിക്ക് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സിന്റെ സഹകരണത്തോടെ കാഴ്ച പരിമിതിയുള്ളവർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കും. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ, SH പഞ്ചാപകേശൻ, സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കാവിൽ എന്നിവർ സെമിനാർ നയിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സംവിധാനത്തിന്റെ മറവിൽ നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും ലക്ഷ്യമിട്ട് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെയാണ് ഇത്തരം സംഘങ്ങൾ പണം തട്ടിയെടുക്കുന്നത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ പോലീസിനെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ നിർമ്മാണ, സേവന, കാർഷിക മേഖലയ്ക്ക് തുല്യ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. പരിവർത്തിത ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന പിന്നാക്ക കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി OR കേളു. സംസ്ഥാനത്തെ മ്യൂസിയങ്ങൾ അവലോകനം ചെയ്യാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും മ്യൂസിയം കമ്മീഷൻ രൂപീകരിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. വ്യാപക കൃഷിനാശം. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.